നമസ്കാരം. ബാലസംഘം പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വാർത്താവായനയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഏരിയ സെക്രട്ടറി കല്യാണി രാജേഷ്. പ്രധാന വാർത്തകൾ. സഹകരണ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിലേക്ക്. ചൂട് കൂടി തന്നെ നാളെ മുതൽ വേനൽമഴ. പ്രസിഡന്റാകാതെ മടക്കം. സുധാകരന് അതൃപ്തി. ദേശാഭിമാനി എം മുകുന്ദൻ സാഹിത്യോത്സവം. സർഗസാഹിത്യത്തിൻ്റെ സംവാദമുയർത്തി രണ്ടാം നാൾ. ബാലസംഘം പത്തനാപുരം ഏരിയ കമ്മിറ്റി യോഗം ഞായറാഴ്ച ചേർന്നു. ആനന്ദബോസിന് എതിരായ ലൈംഗിക പരാതി അന്വേഷണവുമായി സഹകരിക്കരുത്, ജീവനക്കാർക്ക് ഗവർണറുടെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. സഹകരണ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിലേക്ക്. തിരുവനന്തപുരം. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലും പ്രിയമേറുന്നു. ഈ സാഹചര്യം പരിഗണിച്ച് സംഘടനയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുകയാണ് സഹകരണ വകുപ്പ്. ചൂട് കൂടി തന്നെ നാളെ മുതൽ വേനൽമഴ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് താപനില ഉയരുന്നതിനാൽ തിങ്കളാഴ്ച 12 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് 39 ഡിഗ്രി വരെയും, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കും. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ അധികമാണിത്. ചൊവ്വ മുതൽ എല്ലാ ജില്ലകളിലും വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട്. ബുധനും വ്യാഴവും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ബാലസംഘം പത്തനാപുരം ഏരിയ കമ്മിറ്റി യോഗം ഞായറാഴ്ച ചേർന്നു. യോഗത്തിൽ മെയ് 19 ഇ.കെ. നായനാർ ദിനത്തിൽ ഏരിയയിൽ നാടൻ കളികൾ, ജനകീയ കളികൾ ഉൾപ്പെടുത്തി ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ഹരിതഭാവിയിലേക്കുള്ള യാത്ര എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഴുവൻ യൂണിറ്റുകളിലും ഔഷധഫല വൃക്ഷങ്ങൾ നട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചു. വായനാ ദിനാചരണം ജൂൺ 19 വായനാ ദിനം മുതൽ ജൂലൈ 7 വരെ സംഘടിപ്പിക്കാം. കുട്ടികൾ വായിച്ചിട്ടുള്ള വിവിധതരം പുസ്തകങ്ങളുടെ ആസ്വാദന വീഡിയോ ചിത്രീകരിച്ച് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാം. സമ്മേളനങ്ങൾ. യൂണിറ്റ് സമ്മേളനങ്ങൾ മെയ് ജൂൺ മാസങ്ങളിലും, വില്ലേജ് സമ്മേളനങ്ങൾ ജൂലൈ മാസങ്ങളിലും, ഏരിയ സമ്മേളനം ഓഗസ്റ്റ് മാസങ്ങളിലും ചേരുവാൻ തീരുമാനിച്ചു. പ്രാദേശിക വാർത്തകൾ. സ്കൂൾ വിപണിയിൽ തിരക്കേറി. 2 ദിവസത്തിനിടെ വിറ്റത് 55 ലക്ഷത്തിൻ്റെ നോട്ട്ബുക്കുകൾ. വൈദ്യുതി ലൈൻ പൊട്ടി, മെമു മുടങ്ങി. കൊല്ലം പുനലൂർ പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. നാരങ്ങാവില കുതിക്കുന്നു. വാർത്തകൾ വിശദമായി. സ്കൂൾ വിപണികളിൽ തിരക്കേറി. കൊല്ലം. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുവാൻ ആഴ്ചകൾ ബാക്കി നിൽക്കെ സ്കൂൾ വിപണിയിൽ തിരക്കേറി. സാധാരണ ഏപ്രിൽ പകുതിയോടെ ആരംഭിക്കുന്ന സീസൺ ഇത്തവണ മെയ് ആദ്യമാണ് ആരംഭിച്ചത്. കടുത്ത ചൂട് വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. നിലവിൽ വൈകുന്നേരങ്ങളിലാണ് വിപണിയിൽ തിരക്കേറുന്നത്. മെയ് 2ാം വാരം മുതൽ തിരക്ക് കൂടുവാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. നാരങ്ങാവില കുതിക്കുന്നു. കൊല്ലം. കനത്ത ചൂടിൽ നാരങ്ങാവില കുതിക്കുന്നു. കിലോയ്ക്ക് 200 രൂപ. കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് 160 മുതൽ 180 വില വരെയായിരുന്നു. പുളിയൻകുടി മാർക്കറ്റിൽ നിന്നാണ് തെക്കൻ കേരളത്തിൽ ഏറെയും നാരങ്ങ ലഭിക്കുന്നത്. കായിക വാർത്തകൾ. രാജേഷ് രമേശിന് പരിക്ക്. റിലേയിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി. കേരളത്തിന് 2ാം ജയം. വനിതാ ലോകകപ്പ് ഒക്ടോബറിൽ. ഹാട്രിക് റൊണാൾഡോ. 6 ഗോളിൽ മെസ്സി സ്പർശം. വാർത്തകൾ വിശദമായി. കേരളത്തിന് 2ാം ജയം. റായ്പൂർ. സ്വാമി വിവേകാനന്ദ ട്രോഫിക്ക് വേണ്ടിയുള്ള ദേശീയ യൂത്ത് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 2ാം ജയം. വനിതാ ലോകകപ്പ് ഒക്ടോബറിൽ. ധാക്ക. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഒക്ടോബർ 3 മുതൽ 20 വരെ ബംഗ്ലാദേശിൽ നടക്കും. ഇന്ത്യയടക്കം 10 ടീമുകൾ അണിനിരക്കുന്ന ലോകകപ്പിൽ 23 മത്സരങ്ങളാണുള്ളത്. ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ളതാണ് ആദ്യ മത്സരം. ഇന്ത്യ ഒക്ടോബർ 4-ന് ന്യൂസിലൻഡിനെയും 6-ന് പാകിസ്ഥാനെയും നേരിടും. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.